വേദന സഹിച്ചു നിൻ ശരീരശക്തി പോയത് നിരാശയിൽ മുഴുകി നീ കിടക്കുമ്പോൾ യേശു ശക്തൻ മാറ്റുവാൻ അറിയുന്നവനായതാൽ വയ്ക്കുക നിൻ ഭാരമാവൻ പാദത്തിൽ. വേദന സഹിച്ചു നിൻ ശരീരശക്തി പോയതാൽ നിരാശയിൽ മുഴുകി നീ കിടക്കുമ്പോൾ യേശു ശക്തൻ മാറ്റുവാൻ അറിയുന്നവനായതാൽ വയ്ക്കുക നിൻ ഭാരമാവൻ പാദത്തിൽ. മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാത ധ്യാനത്തിനായി 48-ാം സങ്കീർത്തനം 2-ാം വാക്യം. മഹാരാജാവിൻ്റെ നഗരമായി ഉത്തരഗിരിയായ സിയോൻ പർവ്വതം ഉയരം കൊണ്ടും മനോഹരവും സർവ്വഭൂമിയുടെയും ആനന്ദവുമാകുന്നു. സങ്കീർത്തകൻ സിയോനെ മഹാരാജാവിൻ്റെ നഗരമെന്നാണ് വിശേഷിപ്പിക്കുന്നത്. പഴയ നിയമത്തിൽ സിയോൻ എന്നത് ദൈവ സാന്നിധ്യം വിളിച്ചോതിയ ഇടമായിരുന്നു. ഇന്ന് ദൈവ സാന്നിധ്യം വിശ്വാസിയുടെ ഹൃദയത്തിലാണ് രൂപപ്പെടേണ്ടത്. ദൈവം നമ്മിൽ വസിക്കണമെങ്കിൽ നമ്മുടെ ഹൃദയം വിശുദ്ധമായിരിക്കണം. ദൈവ സാന്നിധ്യം നഷ്ടപ്പെട്ടാൽ നമ്മുടെ ജീവിതം ശൂന്യവും പാഴുമായി തീരും. സിയോൻ സന്തോഷത്തിൻ്റെ കേന്ദ്രമാണ്. ദൈവം ഉള്ളിടത്ത് സന്തോഷമുണ്ട്. ഇന്ന് നാം സന്തോഷം കണ്ടെത്തുവാൻ പല വഴികൾ ശ്രമിക്കുന്നു. പണം, അധികാരം, പ്രശസ്തി, ബന്ധങ്ങൾ എന്നിവയിലൂടെയാണ് സന്തോഷത്തിനുള്ള മാർഗങ്ങളായി നാം കാണുന്നത്. യഥാർത്ഥ സന്തോഷം ദൈവ സാന്നിധ്യത്തിലാണ്. ദൈവമുള്ളിടത്ത് സൗന്ദര്യമുണ്ട്. ദൈവം സ്പർശിക്കുന്ന ജീവിതങ്ങളിൽ മാറ്റം സംഭവിക്കും. സക്കായി പാപിയായ മനുഷ്യനായിരുന്നു. എന്നാൽ അവൻ യേശുവുമായി കണ്ടുമുട്ടിയപ്പോൾ അവൻ്റെ ജീവിതമാകെ മാറിപ്പോകുന്നു. ദൈവ സാന്നിധ്യം മനുഷ്യ ജീവിതത്തെ മനോഹരമാക്കുന്നു. സിയോൻ മഹാരാജാവിൻ്റെ നഗരമെന്ന് സങ്കീർത്തകൻ വർണ്ണിക്കുമ്പോൾ ദൈവമാണ് ഈ മഹാരാജാവ്. ദൈവം രാജാവായി തീർന്നാൽ അവിടെ ഒരു ക്രമമുണ്ട്. സമാധാനമുണ്ടാകും, സംരക്ഷണമുണ്ടാകും. ഒരു രാജാവ് ഒരു രാജ്യത്തെ ഭരിക്കുമ്പോൾ അവിടെ ഒരു നിയമവും സുരക്ഷയും ഉണ്ടാകുന്നത് പോലെ ദൈവം നമ്മുടെ ജീവിതത്തിൽ രാജാവായ ജീവിതം ശരിയായ ദിശയിൽ മുൻപോട്ട് പോകും. ഒരു ഇരുണ്ട മുറിയിൽ ഒരു ചെറിയ വിളക്ക് കത്തിച്ചു വെച്ചാൽ മുറി മുഴുവൻ പ്രകാശം പരക്കുന്നത് പോലെ വിശ്വാസി ദൈവ സാന്നിധ്യത്തിൽ ജീവിച്ചാൽ അവനിൽ ദൈവത്തിൻ്റെ പ്രകാശം തെളിയും. പ്രിയമുള്ളവരെ, സിയോൻ പർവ്വതം പോലെ നമ്മുടെ ജീവിതത്തെ നമുക്ക് രൂപപ്പെടുത്താം. നമ്മുടെ ജീവിതം ദൈവത്തിൻ്റെ വാസസ്ഥലം പോലെ സന്തോഷത്തിൻ്റെ ഉറവിടമായി ദൈവമഹത്വത്തിൻ്റെ പ്രകടനമായി രൂപപ്പെടട്ടെ. പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ ഹൃദയം സിയോൻ പർവ്വതം പോലെ നിന്റെ സാന്നിധ്യത്താൽ നിറയപ്പെടണമേ. മഹത്വം നീ എടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ.